ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ അനാമിക വിവാഹം കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അനന്തപുരി മുഴുവൻ കൈയടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അനാമികയുടെ വരവ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അടുക്കളയിലേക്കാണ് കയറിയത് അനാമിക. സാധാരണ നയനയാണ് രാവിലെ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അനാമികയാണ് ചായ ഉണ്ടാക്കാനായിട്ട് കയറിയിരിക്കുന്നത് കേട്ടോ. നയന കുളിച്ച് പൂജാമുറിയിൽ പൂജയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അനാമിക ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, വേണ്ട അനാമികയെ, അറിയാമില്ലാത്ത പണി ചെയ്യണ്ട, ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. സാധാരണ ഞാനാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, എന്നൂപ്പം നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ, ഞാനും ഒരു ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഇത് കേട്ടിട്ട് വരുന്ന ദേവയാനിയും അതുപോലെ ജലജയും ജാനകിയും ഒക്കെ അനാമികയെ സപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ജലജ എങ്ങനെ നയനയെ അടിച്ച് താഴ്ത്താന്ന് നോക്കി നിൽക്കുകയാണ് ജലജ. അപ്പം ജലജ പറയാണ്, ശരിയാണ്, രണ്ട് മരുമക്കൾ ആദ്യം വന്നിട്ടുണ്ട്, അവരൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഞങ്ങളുടെ രണ്ടു പേരുടെയും ഗതി ഇതിപ്പം അനാമിക മോള് അവൾ മിടുക്കിയാണ്. ദേ വന്നപ്പോഴേ തന്നെ അടുക്കളയിൽ കയറി പാചകമൊക്കെ തുടങ്ങി, അടുക്കളയിൽ കയറി ചായയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ദേ ഒരുത്തി ഇവിടെ വിചാരിച്ചിരിക്കുന്നത് അവൾക്ക് മാത്രമേ പാചകം അറിയുള്ളൂ എന്നാണ്, വേറെ ആർക്കും അറിയില്ല, അവളാണ് ഇവിടുത്തെ ആസ്ഥാന പാചകക്കാരി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് എന്ന് നയനയെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയുക കേട്ടോ. അനാമിക മോള് മിടുക്കിയാണ് എന്നൊക്കെ പറയാം. അപ്പം ജാനകിക്കും അങ്ങ് സന്തോഷമായി. ജാനകിയും ചെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാവരോടും ചെന്ന് പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അനാമിക കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. അതപ്പോൾ അനാമിക ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ചായ കുടിച്ചു കഴിയുമ്പോഴേക്കും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം കടുപ്പം കൂടുതൽ, മധുരം കൂടുതൽ, ചിലർക്ക് വേണ്ട കടുപ്പമില്ല, ചിലർക്ക് വേണ്ട കടുപ്പം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇങ്ങനല്ല, ഇത് ശരിയാവില്ല, വളരെ അറപ്പോട് കൂടിയാണ് എല്ലാവരും കുടിക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട്, ഇത് ശരിയാവില്ല എന്ന് പറയാം. ദേവയാനി ആണെങ്കിലും അപ്പോൾ മാറ്റി പറയാണ് കേട്ടോ. ദേവയാനി പറയാണ്, അനാമികയെ ഇങ്ങനെ ചായ ഉണ്ടാക്കരുത്, പലർക്കും പല രീതിയിലുള്ള ചായയാണ് വേണ്ടത്, അതെല്ലാം മനസ്സിലാക്കി ഓരോരുത്തരുടെ ഇഷ്ടത്തിനുമാണ് ഇവിടെ നയന ചായ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, അതുപോലെ തന്നെ വേണം നീയും ചായ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നയനയോട് ചോദിച്ച് പഠിക്കുക, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നയനയോട് ചോദിച്ച് ഇതൊക്കെ പഠിച്ചതിന് ശേഷം അനാമിക ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ വെറുതെ ഇങ്ങനെ ചായ ഉണ്ടാക്കി എല്ലാവർക്കും തന്നിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇത് കുടിക്കാൻ. ഈ പ്രാവശ്യം എല്ലാവരും കുടിച്ചെന്നുള്ളത് സത്യമാണ്, പക്ഷേ ഇനി ഇത് കുടിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതൊന്നും ജാനകിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ജലജ എന്നിട്ടും വീണ്ടും നയനയെ അവിടെ നിന്ന് കുറ്റപ്പെടുത്തിയതിന് ശേഷമാണ് പോകുന്നത് കേട്ടോ. നവ്യക്ക് ഇതൊന്നും അങ്ങ് പിടിക്കുന്നില്ല. ജലജയെ ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ നവ്യയുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ജലജയ്ക്കൊരു പണി കൊടുത്താലോ എന്ന് നവ്യ ആലോചിക്കുകയാണ്. അങ്ങനെ നവ്യ അത് കഴിയുമ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് വന്നിട്ട് പറയാണ്, മുത്തശ്ശി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയാൻ, എനിക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവുക, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുക കേട്ടോ നവ്യ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുക, അതെന്താ മോളെ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്ത് പറ്റി മോക്ക് എന്ന് പറയാം. അല്ല, ഇവിടെ ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. എന്നെ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഗർഭിണിയാണ്, എന്നിട്ട് പോലും എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇവിടെ ആർക്കും നേരെയില്ല എന്ന് പറയണം. ആരാ മോളുടെ കാര്യങ്ങൾ നോക്കാത്തത് ഇവിടെ? മോളുടെ കാര്യങ്ങൾ ജലജയും അഭിയും നോക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തച്ഛൻ. അപ്പോൾ പറയാണ്, എവിടുന്ന്, എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് പോലും ആരും ഉണ്ടാക്കി തന്നില്ല, ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയല്ലേ, അപ്പോൾ എനിക്കൊരു ജ്യൂസ് കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് പോലും അതിന് പോലും പറ്റില്ല എന്ന് പറയുകയാണ്. എനിക്കൊന്നും ചെയ്ത് തരുന്നില്ല, എനിക്കിങ്ങനെ ഇതെല്ലാം സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുക. ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി ഞാൻ നിന്നോളാം എന്ന് പറയാണ് കേട്ടോ നമ്മുടെ നവ്യ. അപ്പം മുത്തശ്ശി പറയാം, വേണ്ട, മോള് വീട്ടിലൊന്നും പോകണ്ടെന്ന് പറയാം. അപ്പം ഇത് കേട്ടിട്ട് ജലജയെന്ന് വിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോഴേക്കും പെട്ടെന്ന് ജലജ അവിടെ നിന്ന് എണീറ്റ് വരിക. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ജലജ ചോദിക്കുക, എന്താ നിനക്കിപ്പം, നിന്നിപ്പോൾ ആരാ ശ്രദ്ധിക്കാതിരുന്നെന്ന് പറയുന്നത് എന്ന് വലിയ അധികാരഭാവത്തിൽ ചോദിക്കുമ്പോൾ നവ്യ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ ജലജ ഒന്ന് ചൂഴ്ന്നു പോകും. എന്നിട്ട് ജലജ പറയാണ്, ഞാൻ ശ്രദ്ധിക്കാതെയൊന്നും ഇരുന്നില്ല, നിനക്ക് എന്തിനാ ഇവിടെ ഒരു കുറവ്, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നെ നോക്കുന്നില്ലേ, എൻ്റെ മകൻ അഭിയാവനും നോക്കുന്നില്ലേ, നിന്നെ
നിന്നെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾ ദ്രോഹിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാം, ദ്രോഹിക്കുന്നൊന്നുമില്ല, പക്ഷേ വേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തു തരുന്നില്ല, അവസരം കിട്ടുമ്പോഴൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, ജലജെ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ, അവൾ ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണ്, അവളുടെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നോക്കേണ്ടത് അമ്മായിയമ്മയായ നീയല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും ജലജയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല. അപ്പം മുത്തശ്ശി പറയാം, നീ ജലജയെ എന്തായാലും അവളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഒരു കണ്ടീഷനിലാണല്ലോ അവളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് നീ ഒരു ജ്യൂസ് പോലും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോഴേക്കും ആകെ അങ്ങ് ഇങ്ങനെ നിൽക്കുവാണ്. ഉടനെ തന്നെ ദേവയാനി അത് കേട്ടിട്ട് ഏറ്റുപിടിക്കുകയാണ്, എൻ്റെ ജലജയെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമല്ലേ, നിനക്കതങ്ങ് ചെയ്തൂടെ, അവൾക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കിയെങ്കിലും നിനക്ക് കൊടുക്കാമല്ലേ, നിൻ്റെ മരുമകളല്ലേ എന്നൊക്കെ ദേവയാനിയും കൂടെ ചോദിക്കുമ്പോൾ ജലജ പറയാണ്, മതി മതി എല്ലാവരും നിർത്തും, ഇപ്പം എന്താ വേണ്ടത്, ഞാൻ ഇവക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ചെയ്തോളാം ഹോ എന്നും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് അങ്ങ് പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ദേഷ്യപ്പെട്ട് ജ്യൂസ് ഉണ്ടാക്കി 2 ഗ്ലാസ്സിലൊക്കെ ആക്കുക, 2 ഗ്ലാസ്സിലാക്കി കൊണ്ടുവരിക. എന്നിട്ട് നവ്യയ്ക്ക് കൊടുക്കുക. കൊടുത്തിട്ട് പറയാം, ദേ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി അതില്ലാന്ന് പറയരുത്, എടുത്ത് കുടിക്ക്, ഒരു ഗ്ലാസ്സിന് പകരം 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്, എടുത്ത് മോന്ത് എന്നിങ്ങനെ പറയും. അപ്പം മുത്തശ്ശി ചീത്ത പറയാം. മുത്തശ്ശി ഉടനെ പറയും, എന്താ ജലജ നീ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഏയ് ഞാനൊന്നും സംസാരിച്ചില്ല, ജ്യൂസ് കുടിക്ക് എന്ന് പറയുക. അപ്പോഴേക്കും മുത്തശ്ശി പറയാം, മോളെ നവ്യെ ജ്യൂസ് എടുത്ത് കുടിക്കടി എന്ന് പറയാം. അപ്പം നവ്യ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് പോവാണ്. അന്നേരം മുത്തശ്ശനും പറയുന്നുണ്ട്, ജലജ അവളുടെ കാര്യങ്ങൾ പ്രത്യേകം നീ ശ്രദ്ധിക്കണേ, അബിയോടും പറയണം. അതെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ നിൽക്കുക. അപ്പോഴേക്കും ഇവരെല്ലാം പോയി കഴിയുമ്പോഴേക്കും നവ്യയുടെ അടുത്തേക്ക് വരികയാണ് ജലജ. എന്നിട്ട് പറയാണ്, നീ മനഃപൂർവ്വം എന്നെ ടോർച്ചർ ചെയ്യുന്നതല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് നീ എന്നെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ എന്ന് പറയണം. അപ്പോഴേക്കും അഭി അവിടെയുണ്ടേ. അപ്പം അഭി അങ്ങോട്ട് വരും. അഭിയോടും കൂടി ആയിട്ട് പറയുകയാണ് നവ്യെ, ദേ 2 പേരും കേട്ടല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് നോക്കിയും കണ്ടും ഇവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ടോർച്ചർ നിങ്ങൾ നേരിടേണ്ടി വരും. എനിക്കിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ഇത്രയും പ്രശ്നം ഞാനിവിടെ ഉണ്ടാക്കിയുള്ളൂ, ഇനി എന്നോട് കളിച്ചോണ്ട് വന്നാൽ ഇതൊന്നും ആയിരിക്കുകയല്ല, നവ്യയുടെ തനി സ്വഭാവം എന്താണെന്ന് നിങ്ങൾ അറിയും എന്ന് പറയണം. അപ്പോഴേക്കും ജലജ പറയാം, നീ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത് എന്ന് പറയണം. എന്ത് ചെയ്യുമെന്നൊക്കെ അപ്പം നമുക്ക് കാണാം, മുത്തശ്ശി ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അബി നിന്നോടും കൂടിയാണ് ഞാൻ പറയുന്നതെന്ന് പറയാം. അപ്പോഴേക്കും ജലജ വീണ്ടും ചാടി കയറി വരുമ്പോൾ നവ്യ പറയാണ്, ദേ മര്യാദക്കില്ലെങ്കിൽ നിങ്ങളുടെ പല്ലി ഞാൻ അടിച്ച് ഞാൻ തീർപ്പിക്കുമെന്ന് പറയാണ്. അത് ചെയ്യാനും ഈ നവ്യ മടിക്കുകയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് 2 പേരും ശ്രദ്ധിച്ചോണം. അബി നിൻ്റെ അമ്മയോട് മര്യാദയ്ക്കിരിക്കാൻ പറഞ്ഞോണം. ഇനി നയനയുടെ പുറത്തോട്ടെങ്ങാൻ കയറാൻ ചെന്നാൽ ആ അനാമിക എന്ന് പറയുന്ന ആ ദുഷ്ടത്തിയുണ്ടല്ലോ, അവളെ പൊക്കിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അവളെ പൊക്കിപ്പിടിച്ച് നിർത്തിയേച്ച് നയനെയും എന്നെയും ഉപദ്രവിക്കാനാണ് ഇവരുടെ ഭാവമെങ്കിൽ, അതുപോലെ തന്നെ ഇനി അവളെ അനാമികയെ പോക്കാൻ വേണ്ടിയിട്ട് നയനയെ എന്തെങ്കിലും കുറ്റം ഇവർ പറഞ്ഞെന്ന് കേട്ടാ, അപ്പം ഇതൊന്നും ആയിരിക്കില്ല എൻ്റെ സ്വഭാവം, ഓർത്തിരുന്നോ 2 പേരും എന്ന് പറഞ്ഞിട്ട് അവരോട് 2 പേരോട് വഴക്കിട്ട് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ നവ്യ. അങ്ങനെ നവ്യ നല്ല പണിയൊക്കെ കൊടുക്കും. അതിനാന്ന് വെച്ചാൽ ജലജൊന്ന് ഒതുങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്